മാർക്കറ്റ് ഇപ്പോഴാണെങ്കിൽ ബിയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഇന്ന് എക്സ്ട്രീം ഫിയർ, അതായത് 25% ആയി ഫിയർ. നല്ല രീതിയിൽ മാർക്കറ്റ് പേടിച്ചിരിക്കുകയാണ്. ഇന്നലെ ആണെങ്കിൽ 29, അതായത് അതിന് മുമ്പുള്ളതും 29 ആ ലാസ്റ്റ് വീക്കും, പിന്നെ ഇടയ്ക്കൊരു 28 ഉണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് അതായത് ജൂണിലായിരുന്നു 72%. അതായത് നല്ല ഗ്രീഡി ആയിരുന്നു. ന്യൂട്രലും അല്ല, നല്ല ഗ്രീഡി ആയിരുന്നു. പിന്നെ അത് ന്യൂട്രലായി പതുക്കെ താഴെയായി ഏകദേശം ഒരു 19 വരെയൊക്കെ എത്തും. 19 വരെയൊക്കെ നല്ല ഫിയർ എത്തിയാലും മാർക്കറ്റ് നല്ല രീതിയിലൊരു ക്രാഷ് ആയിരിക്കും. ഇപ്പോൾ തന്നെ മാർക്കറ്റ് പേടിച്ചു തുടങ്ങി. ഇന്നലെയാണെങ്കിൽ 29-ലായിരുന്നു. അപ്പം ഇന്നാണെങ്കിൽ അത് ഫിയർ, എക്സ്ട്രീം ഫിയറിലോട്ട് മാറിയിട്ടുണ്ട്. എക്സ്ട്രീം ഫിയർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇന്നലെ ഒരു മൂവ്മെൻറ്റ്, ഒരു നിങ്ങൾക്കറിയാമായിരിക്കും, ബിറ്റ്കോയിൻ ഒരു 59 പോയിട്ട് പെട്ടെന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ക്രാഷായി. അപ്പോഴും ആളുകൾ ഭയങ്കരമായിട്ട് പാനിക്കായി. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതെന്താ കയറാത്തത്. അപ്പോൾ അവരെല്ലാം ഫണ്ട്, ഇപ്പം പല ആൾട്ടോയിൻ ഇട്ടവരെല്ലാം ഫണ്ടൊക്കെ ലോസിലാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ കോയിൻ മാർക്കറ്റ് ആപ്പിലോട്ടൊന്ന് പോവാം. കോയിൻ മാർക്കറ്റ് ആപ്പിൽ പോവുകയാണെങ്കിൽ 1.28% ഒരു ഡംപിങ് ഡിക്രീസ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് 53.34 ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ്. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇങ്ങനെ ഒരു ഹൈ പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഹൈ പോലെ നിന്നിട്ട് ബിറ്റ്കോയിൻ താഴോട്ട് പോയാലും അത് ആൾട്ടോയിനാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. ആൾട്ടോയിനൊക്കെ ഇന്നലെ ഒന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് കാണിച്ചിരുന്നു, പക്ഷേ അത് വലിയൊരു സമയത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും അല്ലായിരുന്നു. വീണ്ടും താഴോട്ട് തന്നെ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റൊക്കെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ എടുക്കുക, ഒരു 2x 3x ഒക്കെ ലിവറേജ് അങ്ങ് ലോങ് ഇടുക. പിന്നെ നമ്മൾ ചെറിയൊരു ഫീ കൊടുക്കണം. ഒരു എക്സ്ചേഞ്ച് ഡെയിലി ഫീ പിടിക്കും. എന്നിരുന്നാലും ചിലപ്പോൾ ഒരു കുറച്ചൊരു 2 മാസമൊക്കെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്തൊക്കെയായാലും ഉറപ്പായിട്ട് കിട്ടും. വലിയ ലിവറേജ് ഒന്നും എടുത്തിടരുത്. ചെറിയ ലിവറേജ് നിങ്ങൾക്ക് ലോങ് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈം എന്ന് പറയും, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ എക്സ്ചേഞ്ച് അവർക്കൊരു ഫീ ഒരു $1-2 ഫീ വരത്തേ ഉള്ളൂ ഈ ഒരു മാസം കൊണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇതാവും. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ടോപ്പിലുള്ള കോയിനുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. AI പ്രോജക്റ്റുകളൊക്കെ നോക്കാം. അതിനൊക്കെ എല്ലാം ഇപ്പം വീണ്ടും നല്ല രീതിയിൽ തന്നെ ഡംപിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും ഡംപ് പോകുമെന്ന് വെച്ചാൽ ഡംപ് ഉറപ്പായിട്ട് പോകും. ഇപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷനാണെങ്കിൽ ഫിയറാണ്, എക്സ്ട്രീം ഫിയറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രീം ഫിയർ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കണം. നമ്മൾ ബൈ ചെയ്യാനായിട്ട് നോക്കണം. എന്ന് പറഞ്ഞാൽ ഉള്ള ഫണ്ടെല്ലാം കൂടെ എടുത്ത് ബൈ ചെയ്യാനല്ല, ചെറിയ രീതിയിലുള്ളൊരു ബൈയിങ് മാത്രം നോക്കുക. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ്. ഈ ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ വട്ടവും കണ്ടതാണ് 2022-ലൊക്കെ. അപ്പോൾ അത് നമുക്കിത് അത്ര ഇതൊന്നുമല്ല. അപ്പം ഇതിലൊന്നും കണ്ട് പേടിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയ ലിവറേജ് ട്രേഡ് എടുക്കാം, അല്ലാതെ വലിയ ലിവറേജിലോ അല്ലെ ഇപ്പം നമ്മൾ സ്പോട്ടിലാണെങ്കിലും ഫുൾ എമൗണ്ടിന് ഒരു കോയിനോ വല്ലോ അങ്ങനെയൊന്നും ബൈ ചെയ്യരുത്. ചെറിയൊരു എമൗണ്ടിന് മാത്രം ബൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.